ഇനി മണവാട്ടി പെണ്ണിന് മഞ്ചേത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ട്ടോ. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ. PV അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചത് മുസ്ലിം ലീഗുമായി കൂടിയാലോചിച്ചിട്ടല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അൻവറിന്റെ രാജി സർപ്രൈസാണെന്നും ഇക്കാര്യത്തിൽ ലീഗ് സ്വന്തമായി തീരുമാനം എടുക്കേണ്ടതായി ഒന്നും ഇല്ലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വിഷയം തങ്ങളെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ആലോചിച്ചു. ഈ അൻവർ നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം മലപ്പുറം ജില്ലാ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തങ്ങളും കൂടി ഉള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങളൊന്ന് ആലോചിച്ചു, തങ്ങളൊക്കെ ആയിട്ട് കൂടി ആലോചിച്ചു. ആ ആലോചനയിൽ വന്ന കാര്യം എന്ന് പറയുന്നതാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഈ കാര്യത്തിൽ ലീഗ് സ്വന്തമായി എടുക്കേണ്ട ഒരു വിഷയവുമില്ല, മനസ്സിലായില്ല. ഇനി ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ വിലയിരുത്തിയിട്ട് ഇപ്പോൾ അൻവർ MLA സ്ഥാനം രാജിവെച്ചവർ പാർട്ടി രൂപീകരിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, UDF പിന്തുണയാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു. ഇനി ആ കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായി വിലയിരുത്തി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് UDF ആണ്. ഇപ്പോൾ അവിടെ ബൈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം ഇനി UDF എടുത്താൽ മതി. UDF ആണ് അത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടതെന്നാണ് ലീഗിൻ്റെ ഈ കാര്യത്തിൽ. ലീഗിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ അൻവറിന് ഈ ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. അത് ശരിയല്ല. ഞങ്ങളായിട്ട് ആലോചിച്ചിട്ടില്ല. ഞങ്ങളായിട്ട് യാതൊരു ഇതിപ്പോൾ നമുക്ക് സർപ്രൈസാണ്. നമ്മളായിട്ട് യാതൊരു ആലോചന ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇത് സംബന്ധിച്ച് ഒരു കമന്റ് ഇത് സംബന്ധിച്ച് ഒരു കമന്റ് നമ്മൾ ഈ തീരുമാനം അറിഞ്ഞിട്ടില്ല എന്ന് പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അല്ലാത്ത ഒരു കാര്യങ്ങളും പറയുന്നത് ശരിയല്ല. നമുക്ക് സർപ്രൈസാണ്, മനസ്സിലായില്ലേ? അൻവർ ഇന്ന് എന്തോ പത്രസമ്മേളനം നടത്തി പറയാൻ പോകുന്നുണ്ടെന്ന് ഏഷ്യാനെറ്റിൽ ഏതോ ചാനൽ ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഇനിയുള്ള കാര്യങ്ങൾ UDF ആലോചിച്ചിട്ടേ ഞങ്ങൾ പറയൂ. ഒപ്പം തന്നെ അൻവർ ഒരു കാര്യം പറഞ്ഞത്, നിലമ്പൂരിൽ BSY മത്സരിക്കട്ടെ, ഷൗക്കത്ത് വേണ്ടെന്നൊക്കെയാണ്. വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ അൻവർ പറയുന്നത് UDF തലവേദനയാവില്ലേ? അതന്നെ പറഞ്ഞത്. ഇനി ഈ കാര്യങ്ങൾ UDF ആണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് അത് കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ളവർക്ക് കോൺഗ്രസ് ആണ് അത് സംബന്ധിച്ച് ആദ്യം ആലോചിക്കേണ്ടത്. അതിനുശേഷം ആ കാര്യം ആലോചിക്കേണ്ടത് UDF ആണ്. UDF കൂട്ടായി എടുക്കുന്ന തീരുമാനത്തിന്റെ കൂടെ ആയിരിക്കും ഈ വിഷയത്തിൽ ലീഗ് സംസാരിക്കുന്നുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ഒരു സോഫ്റ്റ് പാർട്ടിയാണെന്നൊക്കെ വാർത്താ സമ്മേളനത്തിൽ ലീഗിനെ പുകഴ്ത്തിക്കൊണ്ടാണ് അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ ചില സമയത്തുണ്ടായിരുന്നത്. അതായത് നിങ്ങളാരെങ്കിലും ആണ് പുകയെത്തി തന്നെ നിങ്ങൾക്ക് സന്തോഷം തോന്നൂലേ? അതുമാതിരി നല്ലത് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. സന്തോഷമാണ്, ആര് പറഞ്ഞാലും സന്തോഷം. ഇതിനുശേഷം കോൺഗ്രസ് നേതാക്കളായിട്ട് ആശയവിനിമയം നടത്തി അങ്ങനെ എന്ത് ചെയ്തു ഈ അൻവറിന്റെ പത്രസമ്മേളനത്തിന് ശേഷം? ഇന്ന് വന്നതിന് ശേഷം പിന്നെ വാർത്ത വന്നതിന് ശേഷം വിളിച്ചു. പ്രതിപക്ഷ നേതാവിനെയും മറ്റെല്ലാ നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെ കിട്ടിയവരൊക്കെ വിളിച്ചു. ഇനി ബാക്കിയുള്ളവരിപ്പോൾ വിളിക്കാൻ പോവാണ്. അവരുടെ തീരുമാനം തന്നെയാണ് UDF. അപ്പൊ എല്ലാവരും പറഞ്ഞത് നമുക്ക് UDF കൂടി ആലോചിക്കാം. 2026 ഭരണത്തിൽ തിരിച്ചെത്താൻ സാധ്യമായ എല്ലാ വഴിയും പരീക്ഷിക്കുമെന്നാണ് അന്ന് തങ്ങൾ പറഞ്ഞത്. അതിൽ അൻവറിന്റെ സഹകരണം കൂടി ഒരു വല്ല വഴിയായിരിക്കും. അല്ല, തങ്ങൾ പറഞ്ഞിടത്ത് തന്നെയാണ് ലീഗ് നിൽക്കുന്നത്. സാദിഖ് തങ്ങൾ പറഞ്ഞത് പിന്നെ സാധ്യമായ എല്ലാ വഴികളും എന്നുള്ളതാണ്. അത് ഈ കാര്യം UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് ഇതിനെ ലേറ്റസ്റ്റ് വിഷയം ഇപ്പോൾ വന്നതല്ലേ. അന്ന് ഈ വിഷയം ഇല്ലല്ലോ. ഇപ്പൊ വന്നത് UDF ആലോചിക്കേണ്ട ഒരു വിഷയം. എന്താ അതൊക്കെ നമ്മൾ എങ്ങനെ ഇത്ര ഒരു കൊല്ലം ജില്ലാ പഞ്ചായത്ത് UDF എപ്പോഴും സജ്ജാണല്ലോ. അതിപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളും തെരഞ്ഞെടുപ്പുകളും ഒക്കെ നമ്മൾ ഇവിടെ തെളിയിച്ചില്ലേ. UDF എപ്പോഴും സജ്ജാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു. ഉപതെരഞ്ഞെടുപ്പിലും വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല. UDF നല്ല വിജയം ഉണ്ടായി. ഇപ്പോൾ അതുകൊണ്ട് UDF സജ്ജാണ്. ആ കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ കൂട്ടായ ഒരു തീരുമാനം എടുക്കും. വേണ്ടി വരും, വൈകാൻ പറ്റൂലല്ലോ. ശരി. അൻവറിന്റെ രാജി ഞങ്ങൾക്ക് സർപ്രൈസാണ്. മാധ്യമങ്ങളിലൂടെയാണ് രാജിവെച്ച കാര്യം അറിയുന്നത്. നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് വരും. അദ്ദേഹവുമായി സഹകരിക്കുന്നത് സംബന്ധിച്ച് ഇനി UDF ആണ് തീരുമാനം എടുക്കേണ്ടത്. ആദ്യം കോൺഗ്രസ് തീരുമാനിക്കട്ടെ, പിന്നീട് UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിനൊപ്പം ലീഗും നിൽക്കും. ലീഗ് സ്വന്തമായി തീരുമാനം എടുക്കേണ്ടതായി ഒന്നും ഇക്കാര്യത്തിൽ ഇല്ല. അൻവർ ഞങ്ങളുമായി ഒന്നും ആലോചിച്ചിട്ടല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
അൻവർ ലീഗിനെ പുകഴ്ത്തി പറഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നല്ലത് ആര് പറഞ്ഞാലും സന്തോഷമുണ്ട് എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി.